ഒരേ സമയം ഒരു മുസ്ലിമും കമ്മ്യൂണിസ്റ്റും ആവാൻ പറ്റുമോ? ഇതൊരു വ്യക്തിപരമായ അന്വേഷണത്തിന്റെ കഥയാണ്. അതെ, വിശ്വാസവും രാഷ്ട്രീയവും കൂട്ടിമുട്ടുമ്പോൾ എപ്പോഴും ഈ ചോദ്യം വരാറുണ്ട്, അല്ലേ? എഴുത്തുകാരനായ ഫൈസൽ അബ്ദുൾ സമദ് ഈയൊരു സംശയത്തിലാണ്. വഴി കണ്ടിട്ടാണോ വെളിച്ചം വന്നത്, അതോ വെളിച്ചം കണ്ടിട്ടാണോ വഴി തെളിഞ്ഞത്? അദ്ദേഹത്തിന്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയത് രണ്ട് ലോകങ്ങളാണ്. കുട്ടിക്കാലത്ത് ഇസ്ലാം, യൗവനത്തിൽ കമ്മ്യൂണിസം. ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് സ്വന്തം മൂത്താപ്പയായ അബ്ദുൽ ജലീൽ അല്ലെങ്കിൽ ജലമായിരുന്നു. ഈ രണ്ട് ആശയങ്ങളും ഒരുമിച്ചുള്ള അവസ്ഥയെ ലേഖകൻ വിളിക്കുന്നതെന്താണെന്നോ? ചൂടുള്ള ഐസ്ക്രീം, ഒരു വിരോധാഭാസം. അപ്പോ എന്താണ് ശരിക്കും ഈ രണ്ട് ആശയങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം? ആദ്യത്തേത് ആശയവാദം, അതായത് ഈ കാണുന്ന ലോകത്തിനപ്പുറം ദൈവത്തിലും പരലോകത്തിലും വിശ്വസിക്കുക. അതിന് നേരെ വിപരീതമാണ് ഭൗതികവാദം. ഇവിടെ ഈ ലോകം മാത്രമാണ് സത്യം, സാമൂഹിക സാഹചര്യങ്ങളാണ് പ്രധാനം. ഇസ്ലാം ആശയവാദവും ഭൗതികവാദവും ഒരുമിച്ചു കൊണ്ടുപോകുമ്പോൾ കമ്മ്യൂണിസം ഭൗതികവാദത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നു. ഇതാണ് പ്രധാന പ്രശ്നം. അതായത് ഒരു മുസ്ലിമിന് കമ്മ്യൂണിസത്തിന്റെ സാമൂഹിക ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാം, പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റിന് ഇസ്ലാമിന്റെ ആശയവാദം അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വിപ്ലവത്തിന്റെ ഭാഷയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാലോ? അവിടെയൊരു ട്വിസ്റ്റുണ്ട്. ഇൻക്ലാബ് എന്ന വാക്കിന് ജിഹാദിനോട് സാമ്യമുണ്ട്. സിന്ദാബാദ് എന്നതോ അത് ആഖിറത്തിന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ അഭിവാദ്യങ്ങളിലും ഈ ബന്ധം കാണാം. ലാൽ സലാം, അസ്സലാമലൈക്കും, രണ്ടിലും സലാമുണ്ട്, സമാധാനം. അപ്പോ രണ്ടു കൂട്ടരും സമരത്തിലൂടെ സമാധാനം കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ലേഖൻ പറയുന്നൊരു കാര്യമുണ്ട്. ഖുറാനിൽ നിന്ന് ആശയവാദം മാറ്റിവെച്ചാൽ ബാക്കിയുള്ളത് ദാസ് ക്യാപിറ്റൽ പോലെയാവും. ഇവിടെയാണ് നമ്മൾ തുടങ്ങിയ ആ ചൂടുള്ള ഐസ്ക്രീം എന്ന അനുഭവത്തിലേക്ക് വീണ്ടും എത്തുന്നത്. മതത്തിന്റെ നീതിക്കും കമ്മ്യൂണിസത്തിന്റെ സമത്വത്തിനും ഇടയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒന്നാണിത്. അപ്പോൾ ശരിക്കും ചോദ്യമിതാ, ഒരു പക്ഷം ചേരുക എന്നതിലുപരി ഈ വൈരുദ്ധ്യത്തിൽ തന്നെ ഒരു സത്യമുണ്ടോ?